നമ്മൾ ഡൽഹിയിലാണ് ഉള്ളത്. എയർപോർട്ടിക്ക് എത്ര ദൂരമുണ്ട് എന്നും ചോദിക്കണം. മലയാളികൾ ഉണ്ടാവില്ലല്ലോ. എങ്ങനെ ചോദിക്കാം? ദൂരത്തിന് ഹിന്ദിയിൽ ദൂർ തന്നെയാണ് പറയാം. ദൂർ. യഹാൻസെ കിത്തന ദൂർ ഹേ? അത് നിങ്ങൾ ആദ്യം പഠിക്കുക. ഈ ഏത് ഭാഷ പഠിക്കുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകാൻ നോക്കുക. യഹാൻസെ കിത്തന ദൂർ ഹേ? യഹാൻസെ എയർപോർട്ട് കു, എയർപോർട്ടിലേക്ക് നിൽക്കൂ എന്ന് പറഞ്ഞാൽ യഹാൻസെ എയർപോർട്ട് കു കിത്തന ദൂർ ഹേ? ദൂർ ഹേ. ജിയാദ ദൂർ നഹീ ഹേ. വലിയൊരു അകലൊന്നുമില്ല, വലിയ ദൂരമൊന്നുമില്ല. ദൂർ നമ്മളിപ്പോൾ മലയാളത്തിൽ തന്നെ പറയും ദൂരെയാണ് എന്നറിയില്ല. അതിൻ്റെ അർത്ഥം തന്നെ കുറേ ദൂരം ഉണ്ട് എന്നാ. ആ ദൂരത്തിനൊന്ന് നീട്ടിയാൽ മതി. ദൂര് എന്ന് പറയും. ആ ബഹുത് ദൂർ ഹേ എന്ന് പറയും അവർ. ബഹുത് ദൂർ ഹേ ജനാബ്. ദൂർ നഹീ ഹേ, ദൂർ നഹീ ഹേ. ജിയാദ ദൂർ നഹീ ഹേ, ജിയാദ ദൂർ നഹീ ഹേ. കൂടുതൽ അകലം ഇല്ല. അപ്പൊ ജിയാദ എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്നാണ്. ജാദ എന്നാണ് അവർ പറയാം. ജാദ ദൂർ നഹീ ഹേ. അത് ജിയാദ എന്നാണ് ഉറുദു വേടാൻ, ജാദ എന്നാണ് ഹിന്ദി പൊതുവെ പറയാം. ജാദ ദൂർ നഹീ ഹേ. കിത്തന ദൂർ ഹേ? ബഹുത് ദൂർ ഹേ. അപ്പൊ ദൂരം എന്നതിന് ചെറിയൊരു മാറ്റം ദൂർ എന്നാക്കാം. അങ്ങനത്തെ നൂറുകണക്കിന് വാക്കുകളുണ്ട്. പലതും ഞാൻ വീഡിയോ ചെയ്തതിന് ഇനിയും നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ ദൂർ എന്ന് പറയും. ഇനി അടുത്ത് എന്നല്ല, ഇനി ഗരീബ് എന്ന് പറയും. നേരത്തെ പറഞ്ഞു നസ്ദീഖ് എന്ന് പറയും. നസ്ദീഖ്, നസ്ദീഖ്, ബഹു നസ്ദീഖ് ജനാബ്. ഗരീബ് എന്ന് പറയും. അതും ലോക്കൽസ് പറയുന്ന, സാധാരണക്കാർ പറയുന്ന വാക്കാണ്. അതല്ലേ നമുക്ക് പഠിക്കേണ്ടത്. ഒരു കൊളോക്കിയൽ ഹിന്ദിയാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൂർ, ദൂരം, നസ്ദീഖ്, അടുത്ത്, ഒരു വാക്ക് അതും തന്നെ ശ്രദ്ധിച്ചു പോവാം. ഓക്കെ. നസ്ദീഖ്. പിന്നെ ഗരീബ് എന്ന് പറയും. അപ്പോൾ ഇനി മറ്റൊന്ന്, ഒരു വസ്തുവിനെ കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് ഹോട്ടൽ കി ഗരീബ്, ഹോട്ടൽ കി നസ്ദീഖ് പറയോ. അപ്പോൾ നമ്മൾ പറയാണ് നമ്മൾ താമസിക്കുന്ന പിന്നെ ലോഡ്ജ് ഉണ്ട്. ഹമാര ഹോട്ടൽ കെ നസ്ദീഖ് കോയി സൂപ്പർ മാർക്കറ്റ് ഹേ? ഹമാര ഹോട്ടൽ കെ നസ്ദീഖ് കോയി സൂപ്പർ മാർക്കറ്റ് ഹേ? നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുവാൻ എന്ത് പറയണം? ഹോട്ടൽ കെ നസ്ദീഖ്. നസ്ദീഖ് അതുപോലെ ദൂർ എന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ ബഹുത് ദൂർ ഹേ, ജിയാദ ദൂർ ഹേ, വളരെ ദൂരാണ്. ദൂർ നഹീ ഹേ, ദൂർ ബഹുത് കം ഹേ. കം നമ്മൾ കമ്മി എന്നറിയില്ല, പണ്ടൊക്കെ പറയുന്ന ആൾക്കാർ അത് കമ്മിയാണെന്ന് അറിയും. മധുരം കമ്മി ചായ എന്നറിയില്ല, കേട്ടോ. കമ്മി അത് ഹിന്ദി വേർഡ് തന്നെയാണിത്. കം എന്നാണ് പറയുക. ബഹുത് കം ഹേ. അറബിയിലുണ്ട് കമ്മുണ്ട്, അത് ഇതല്ല, വേറൊരു ഉപയോഗമാണ്. നിങ്ങൾ ആലോചിക്കുക, പലതും ഒരേപോലെ വേർഡുകളുണ്ട്. കമ്മി എന്ന് പറയുന്നത് തന്നെ കമ്മ. ओके बहुत कम है, दूर नहीं है, बहुत कम है. हमारा कोर्स भी है ये कम और बड़ा ज्यादा नहीं है, बहुत छोटे टाइम में आपको जल्दी से जल्दी हिंदी सीख सकते हैं. धन्यवाद आपका, शुक्रिया.